ഈ ഒരു ഡേറ്റിൽ കഴിഞ്ഞ വർഷമാണ് നമുക്ക് ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റ് മൂവി കിട്ടിയത്. അതിലൂടെയാണ് നമുക്ക് JK-നെ കിട്ടുന്നതും മാത്യുവിന്റെ കഥാപാത്രമാണെങ്കിലും അതുപോലെ അമൽ ഡേവിസ് എല്ലാം തന്നെ വന്നിരിക്കുന്നത്. പ്രേമലു, കൺഗ്രാറ്റുലേഷൻസ്, 1 year ആനിവേഴ്സറി സെലിബ്രേഷൻ. ആൻഡ് JK, ആദി വാ ഇനി സംസാരിച്ചു. എന്താണ് അതേ ഡേറ്റിൽ ഇവിടെ ഒരു പ്രൊമോഷനുമായി എത്തുമ്പോൾ എന്താണ് ബ്രോമാൻസിനെ കുറിച്ച് പറയാൻ? ഹായ് ദുബായ്, എല്ലാവർക്കും ഹായ്. അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, അവിടെ നിൽക്കുന്ന മച്ചാമാർക്കും എല്ലാവർക്കും ഹായ്. ഈ പറഞ്ഞ പോലെ ഒരു സ്പെഷ്യൽ ഒക്കേഷനാണ്. രാവിലെ ഞങ്ങൾ വരുമ്പോൾ തന്നെ ഞാനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ എൻ്റെ 2ാമത്തെ തവണയാണ് ഈ ദുബായിൽ വരുന്നത്. ഫസ്റ്റ് ടൈം വന്നത് ഇതുപോലെ പ്രേമലുവിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് പ്രേമലുവിൻ്റെ 1 വർഷം തികയുന്ന സമയത്ത് തന്നെ ബ്രൊമാൻസിൻ്റെ പ്രൊമോഷന് വേണ്ടി വീണ്ടും വരാൻ പറ്റി. ഭയങ്കര സന്തോഷം. ഇപ്പോൾ കണ്ടത് തന്നെയാണ്, ഇപ്പോൾ നമ്മൾ ട്രെയിലറിൽ കണ്ട അതേ എനർജി ഉള്ളൊരു ഫിലിമാണ്. പ്രേമലൊക്കെ കണ്ട് നിങ്ങൾ എത്രത്തോളം എൻ്റർടൈൻമെൻറ്റ് എൻജോയ് ചെയ്തോ അതേപോലെ തന്നെ കൂടുതലൊന്നും ചിന്തിക്കാനില്ലാണ്ട് എൻജോയ് ചെയ്ത് ചിരിച്ച് ഭയങ്കര സന്തോഷത്തോടെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു പടമാണ് ബ്രൊമാൻസ്. പിന്നെ എല്ലാവരും അല്പം കിറുക്കുള്ള ക്യാരക്ടേഴ്സാണ്. അതിപ്പോൾ ട്രെയിലറിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. 14-ാം തീയതി ഈ ആൾ തിരക്ക് തിയേറ്ററിലും ഉണ്ടാകുന്ന പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ വിടവാങ്ങുകയാണ്. അല്ല, ഞാൻ വിടവാങ്ങുകയാണ്. ഉറപ്പായിട്ടും. അതായത് ഇപ്പം എന്താ പറയാ, ശ്യാം പറഞ്ഞൊരു പോയിന്റ് കറക്റ്റാണ്. നിങ്ങൾ ഇത്രയും പേരെ കാണുമ്പോൾ തന്നെ ട്രെയിലർ ഒന്നും കാണാൻ തന്നെ ഞങ്ങൾക്കറിയാം ഇത് ഞങ്ങൾ ചിരിക്കാൻ പോകുന്ന ഒരു സിനിമ, എന്റർടൈൻമെന്റ് ആണ് ഈ സിനിമയിൽ ഞങ്ങൾക്ക് നൽകാൻ പോകുന്നത്. 100 out of 100 എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അടുത്തത് നമുക്ക് സംസാരിക്കാനായിട്ട് സംഗീത്. ഹലോ ദുബായ്. ശ്യാം പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ പ്രേമലുവിൻ്റെ പേര് സ്റ്റാർട്ടിങ് ടൈമൊക്കെ ആയിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് ആ സന്തോഷമൊക്കെ അനുഭവിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പം ഇവിടെ വരുമ്പോൾ ഞാൻ വന്നിറങ്ങിയപ്പോൾ തന്നെ അമൽ ഡേവിസേ എന്നുള്ള വിളി കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഈ സിനിമയിൽ വരുമ്പോൾ എൻ്റെ ക്യാരക്ടറുടെ പേര് ഹരിഹരസുധൻ എന്നാണ്. അപ്പോൾ ഇനി അടുത്ത തവണ വരുമ്പോൾ നിങ്ങൾ ആ പേരിൽ വിളിക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ. ഓൾസോ നമ്മളിപ്പോൾ ഈ ഇടയായിട്ട് കുറേ ഞങ്ങൾ മലയാള സിനിമയിൽ നിന്ന് തന്നെ എല്ലാവരും ദുബായിലേക്ക് എത്തി സിനിമ പ്രൊമോട്ട് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇന്ന് രാവിലെ കേട്ടുള്ളൂ, നമുക്ക് നാട്ടിൽ കിട്ടുന്ന അതേ വൈബും അതേ കളക്ഷനും അതേ സപ്പോർട്ടും ആണ് നിങ്ങളുടെ സൈഡിൽ നിന്ന് കിട്ടുന്നതെന്നാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങൾ താങ്ക് യു. അപ്പോൾ ഞങ്ങളുടെ ബ്രൊമാൻസ് എന്ന് പറഞ്ഞ പടവും എല്ലാവരും 14th തന്നെ തിയേറ്ററിൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഇത്രയും എന്താ പറയാ, കൂടുതൽ എനിക്കറിയില്ല. ബിനുവിനെ ഞാൻ കൂടുതലും സീരിയസ് മൂവീസ്, മിസ്റ്ററി, ത്രില്ലർ ജോണറിൽ ഇങ്ങനെ കണ്ട് പെട്ടെന്ന് നമ്മളൊരു എന്റർടൈൻമെന്റ് കംപ്ലീറ്റ് കോമഡി മൂവിയിലേക്ക് ബിനു വരാണ്. വളരെ സന്തോഷമുണ്ട് ബിനു അങ്ങനെ ആ ഒരു ക്യാരക്ടറിലേക്ക് ഞങ്ങൾക്ക് കാണാൻ പറ്റും എന്നുള്ളതിൽ. ബിനുവിന് എന്താ പറയാനുള്ളത് ബ്രൊമാൻസിന്? ഹലോ ദുബായ്. ബ്രൊമാൻസ് അരുണിൻ്റെ കൂടെ ഇപ്പം 2ാമത്തെ സിനിമയാണ് 18+ ശേഷം. സോ അരുൺ എപ്പോഴും അങ്ങനത്തെ വൈബുള്ളൊരു ഡയറക്ടറാണ്. ലൈക്ക് കുറച്ചും കൂടി ഭയങ്കര ഫണ്ണി ആയിട്ട്. ദിസ് മൂവി വിൽ ബി ലൈക്ക് ഫോർ ഷുവർ ഒരു ഫൺ റൈഡാണ്. മാത്യു ഞാനുമായിട്ട് വളരെ നല്ല മുഹൂർത്തങ്ങളുണ്ട് ഈ സിനിമയിൽ. അത് സിനിമ വരുമ്പോഴേ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാവും. സോ എല്ലാവരും Feb 14th തിയേറ്ററിൽ വരിക, പടം കാണുക. ഉറപ്പായിട്ടും. അടുത്ത ആള് മാത്യു. ഹലോ ഹായ്. താങ്ക് യു ഓൾ ഫോർ കമ്മിങ്. താങ്ക് യു എല്ലാവരോടും ഹായ്. ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ്. ട്രെയിലർ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടും. ട്രെയിലർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പടം എന്തായാലും ഇഷ്ടപ്പെടും. കാരണം ട്രെയിലറിനേക്കാളും കുറച്ചും കൂടെ ഒരു ഇതിനേക്കാൾ ഒരു 2 times ബെറ്റർ ആണ് പടം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ആക്ച്വലി ഭയങ്കര സ്പെഷ്യൽ പടമാണ്. കാരണം ഇതിൻ്റെ ഡയറക്ടർ ADJയുടെ ഒപ്പമുള്ള 3rd ഫിലിമാണ് എൻ്റെ. അപ്പോൾ എനിക്കത് ഭയങ്കര സ്പെഷ്യലാണ്. പിന്നെ ഇവരുടെ ഒപ്പം അഭിനയിക്കാൻ പറ്റിയപ്പോൾ ഭയങ്കര ആക്ച്വലി പടത്തിൽ മാത്രമല്ല ഒരു ഓഫ് സ്ക്രീൻ ബ്രോമാൻസ് എല്ലാവരുമായിട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര അടിപൊളിയായിരുന്നു. എല്ലാവരും Feb 14th തിയേറ്റേഴ്സിൽ തന്നെ പോയി കാണാം. താങ്ക് യു സോ മച്ച്. അടുത്തത് ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ദുബായിൽ വന്ന് പോകുന്ന ഒരാള്. കഴിഞ്ഞ 2 ആഴ്ച മുന്നേ കൂടി ദുബായിൽ വന്ന് പോയുള്ളൂ മറ്റൊരു സിനിമയുടെ പ്രൊമോഷനായിട്ട്. വലിയ സന്തോഷമുണ്ട്. ബിക്കോസ് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ ഈ ആളെ സ്ക്രീനിലും ഇതുപോലെ സ്റ്റേജിലൊക്കെ എപ്പോഴും കാണാനായിട്ട്. അർജുൻ. ഹലോ നമസ്കാരം.
ഹലോ 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 പയ്യ തൊണ്ടയൊക്കെ പോയി. കേരളം മൊത്തം എല്ലാ കോളേജിലും ഓടിയെടുത്ത് മറ്റേ അലറി ഡാൻസ് ഒക്കെ കളിച്ച് മടുത്ത് വെച്ചാല്. പക്ഷെ എന്നാലും ദുബായ് വരാതിരിക്കാൻ പറ്റില്ലല്ലോ, നമ്മുടെ കുട്ടി കേരളല്ലേ ദുബായ്. അപ്പോ റൊമാൻസ് വളരെ, മാത്യു എല്ലാവരും പറഞ്ഞ പോലെ വളരെ സ്പെഷ്യൽ പടമാണ്. കാരണം ഇത്രയും ഞങ്ങൾ ഓടി നടന്ന് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ അത്രയും സ്പെഷ്യലാണ് ഈ പടം ഞങ്ങൾക്ക്. അപ്പൊ ഈ പടം തിയേറ്ററിൽ ഇറങ്ങി ഓഡിയൻസ് എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുമെന്നുള്ള എക്സൈറ്റ്മെന്റിലാണ്, നല്ല ടെൻഷനും ഉണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി പടം കാണണം. ആ അപ്പോ കൂടുതലും ഒന്നും പറയാനില്ല, എല്ലാവരും ഇഷ്ടമാണ്, ഈ സ്നേഹം പൊളിയാണ്. അപ്പോ അടുത്ത ആഴ്ച എന്തായാലും ഞാൻ ഉണ്ടാവൂല, പേടിക്കണ്ട. ഈ പടത്തോടെ കുറച്ച് നാളത്തേക്ക് ചെറിയൊരു ബ്രേക്ക് ഒക്കെ എടുക്കാന്ന് വെച്ച്, കാരണം കണ്ടും മടുക്കും കുറെ നാൾക്ക്. അപ്പൊ എന്തായാലും ഒരു വലിയ ഈ തണുപ്പത്ത് വന്ന് കാണാൻ നിന്നതിന് വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും അർജുൻ പറഞ്ഞ മാതിരി റൊമാൻസ് തിയേറ്ററിൽ തന്നെ ആയിരിക്കും പോയി കാണുന്നുണ്ടാവുക. അല്ല, ഒരു കാര്യം കൂടി പറഞ്ഞു, സോറി ഫോർ ഇന്ററപ്ഷൻ. ഈ പടങ്ങൾ തിയേറ്ററിൽ പോയി കാണാൻ മിസ് ചെയ്തിട്ട് OTT കണ്ടിട്ട് നല്ല പടം എന്ന് പറയണ്ട എല്ലാവരും. അപ്പൊ അത് ചെറിയ വിഷമമുണ്ട്, കാരണം തിയേറ്ററിൽ തിരക്കാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ മാക്സിമം തിയേറ്ററിൽ തന്നെ പോയി പടം കാണാൻ ശ്രമിക്കുക. കാരണം ഈ പടത്തിന് എക്സ്പീരിയൻസ് കിട്ടും തിയേറ്ററിൽ, കാരണം ചെറിയ പൊളിച്ചിട്ടുണ്ട് എന്നാ ഞങ്ങളുടെ വിശ്വാസം. അപ്പൊ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി പടം കാണുക. താങ്ക് യു. കണ്ടിരിക്കും ഞങ്ങൾ തിയേറ്ററിൽ തന്നെ. ഇനി The Lady പാട്ടല്ലേ പാടി, അത് നമുക്ക് റൊമാൻസ് ആയിട്ട് ഒന്നും കണക്ട് ചെയ്യാൻ പറ്റില്ല. ഞാനിനി എനിക്ക് എല്ലാവരും പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. February 14th സിനിമ റിലീസ് ആവുന്നുണ്ട്. എനിക്ക് വളരെ സ്പെഷ്യലായ മൂവിയാണ്. കാരണം സാധാരണ പല ഇവന്റ്സിലും അല്ലെങ്കിൽ ആൾക്കാരൊക്കെ ചോദിക്കുമ്പോഴാണ് ഞാൻ കാസർഗോഡ് സ്ലാങ്ങിൽ സംസാരിക്കണേ. ഒരു സിനിമയിൽ ഈ സിനിമയുടെ ഡയറക്ടർ ADJ എൻ്റെ അടുത്ത് കാസർഗോഡ് സ്ലാങ്ങിൽ സംസാരിക്കണം എന്ന് പറയുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഞങ്ങൾ നാട്ടിലൊക്കെ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ സ്കൂളിലൊക്കെ കേട്ട് വളർന്ന സ്ലാങ്, അപ്പൊ അതൊരു വൈഡർ ഓഡിയൻസിലേക്ക് എത്തുകയാണ്. കുറെ പേർക്ക് അത് കേൾക്കുമ്പോൾ രസമുണ്ട്, കുറെ പേർക്ക് അത് കേൾക്കുമ്പോൾ രസമുണ്ട്, ചിരി വരുന്നുണ്ട്, അവരും അതായി കണക്ട് ആവണുണ്ടെന്നൊക്കെ അറിയുമ്പോൾ ഒരുപാട് സന്തോഷം. അപ്പൊ അർജുനും സംഗീതവും മാത്യുവും ബിനു ഒക്കെ പറഞ്ഞ പോലെ കാസർഗോഡുകാരാണ് അവിടെ. നമ്മളെല്ലാം ഒന്നല്ലേ, എന്ത് വ്യത്യാസം അതിനകത്ത്. മലപ്പുറം റോക്സ്, കാസർഗോഡ് പോലെ കേരള റോക്സ്. അപ്പൊ അതന്നെ പറയാനുള്ള. February 14th എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക. 14th കാണാൻ പറ്റാത്തവര് അതിനടുത്ത ദിവസങ്ങളിലായിട്ട് കാണുക. താങ്ക് യു സോ മച്ച്. February 14th നമ്മൾ എന്തായാലും സിനിമ കാണും. നാട്ടിലെ എല്ലാ പ്രൊമോഷൻസും ഞാൻ നോക്കാൻ നേരത്ത് നിങ്ങൾ വിടാതെ ഡാൻസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ദുബായിലും അത് മസ്റ്റായിട്ട് ഞങ്ങളുടെ ഇവിടെ വന്നിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി വേണം എന്നുള്ളതുകൊണ്ട് ഇപ്പൊ ഏറ്റവും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന റൊമാൻസിലെ ആ സിനിമയുടെ ആ ഒരു ഡാൻസ് സ്റ്റെപ്പ് കാണണ്ടേ? പോരാ, കാണണ്ടാട്ടാ.